നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ്? ഫ്രാൻസിലെ പാർലമെന്ററി രീതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുത്തത്? സച്ചിദാനന്ദ സിൻഹയെ, ഏറ്റവും പ്രായം കൂടിയ അംഗമായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചതാര്? ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയെ ആണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? 211 പേർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? 211 പേർ. ഒന്നുകൂടി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തെ പാർലമെന്ററി രീതി പ്രകാരമാണ്? ഫ്രാൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ ദിനത്തിൽ എത്ര പേരാണ് സന്നിഹിതരായിരുന്നത്? 211 പേർ. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണ. ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സത്യം പറയുക, അങ്ങനെ ഓർക്കുക. ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സത്യം പറയുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണ. ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും ഇന്ത്യ കടമെടുത്തത്? ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും ഇന്ത്യ കടമെടുത്തത്? മുൻ സോവിയറ്റ് യൂണിയൻ. ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും ഇന്ത്യ കടമെടുത്തത്? മുൻ സോവിയറ്റ് യൂണിയൻ. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും
പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന സമ്പ്രദായം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന സമ്പ്രദായം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന. ഒന്നുകൂടി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലാംഗ്വേജ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് മോട്ടൂരി സത്യനാരായണ. ലാംഗ്വേജ് സത്യം. ഭരണഘടനയുടെ കരട് പരിശോധിക്കുന്നതിനുള്ള സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ പട്ടാഭി സീതാരാമയ്യ. ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം പ്രധാനമായും കടമെടുത്തത്? മുൻ സോവിയറ്റ് യൂണിയൻ. ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ലെങ്കിലും പ്ലാനിംഗ് കമ്മീഷന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന സമ്പ്രദായം ഇന്ത്യ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന. ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയിൽ നിന്നാണ്? ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ഏത് രാജ്യത്തേതുമായിട്ടാണ്? ബ്രിട്ടൻ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ഏത് രാജ്യത്തേതുമായിട്ടാണ്? ബ്രിട്ടൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രിട്ടൻ. അതുപോലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവി ബ്രിട്ടൻ. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? യുഎസ്എ. ഒന്നുകൂടി. ഗവർണർ പദവി സംബന്ധിച്ച വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ഏത് രാജ്യത്തേതുമായിട്ടാണ്? ബ്രിട്ടൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? യുഎസ്എ. നിയമത്താൽ സംസ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? നിയമത്താൽ സംസ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? യുഎസ്എ. ശക്തമായ കേന്ദ്രത്തോടുകൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? കാനഡ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് കാനഡയോടാണ്. ഒന്നുകൂടി. നിയമത്താൽ സംസ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? യുഎസ്എ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? കാനഡ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.